ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മളിന്ന് അഗ്നിവീർ എന്ന പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പദ്ധതി നിലവിൽ ഗവൺമെന്റ് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ എല്ലാവരും ഇപ്പോൾ അഗ്നിവീർ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും പല സംശയങ്ങളും ഉണ്ടാവും. ഇതിനെന്താണ്, എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണെന്നുള്ളത്, ഇതിൽ ചേർന്നാൽ എത്ര രൂപ ശമ്പളം കിട്ടും എന്നുള്ളത്, അതേപോലെ എത്ര വർഷമാണ് സർവീസ് എന്നുള്ളത്, അതുപോലെ ഇതിൽ ചേരാൻ എത്ര ഹൈറ്റ് വേണം, എത്ര ക്വാളിഫിക്കേഷൻ വേണം, ഇതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം പലർക്കും പല സംശയങ്ങളും ഉണ്ടാവും. ആ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. പൂർണ്ണമായി കണ്ടാൽ മാത്രമേ പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ അഗ്നിവീർ പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് 17.5 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്കും 21 വയസ്സിന് മുൻപായിട്ടും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ അപേക്ഷിച്ച് അഗ്നിവീർ പദ്ധതിയിൽ സെലക്ട് ചെയ്യപ്പെട്ട് നമ്മൾ ഈ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് മാസം ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 30,000 രൂപയാണ്. നമ്മൾ ജോലിയിൽ നിന്ന് ജോലി തീർത്ത് 4 വർഷം കഴിയുമ്പോൾ വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും അത് 40,000 രൂപയായി വർദ്ധിക്കുന്നതാണ്. നമുക്ക് ഈ തരുന്ന സാലറിയിൽ നിന്ന് 30% രൂപ സേവാഭാരതിയിലേക്ക് നിക്ഷേപിക്കുകയും ആ തുകയോട് ഗവൺമെന്റിന്റെ ഭാഗമായ കുറച്ച് തുകയും കൂടെ ചേർത്തിട്ട് 11,71,000 രൂപ നിങ്ങൾക്ക് പിരിഞ്ഞു വരുന്ന സമയത്ത് തരികയും ചെയ്യും. ഇതും ഈ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിനൊരുപാട് മാനദണ്ഡങ്ങളും ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പല പല ഏരിയാസിലും പല പല ബ്രാഞ്ചസിലേക്കുമായിട്ടാണ് നമ്മൾ ഈ സെലക്ട് ചെയ്യുന്നത്. ഈ സെലക്ട് ചെയ്തവരിൽ 25% ആൾക്കാരെ തുടർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ ഗവൺമെന്റ് സമ്മതിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ എഫിഷ്യൻസി പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. പ്രൂവ് ചെയ്യുന്ന 25% പേരെ തീർച്ചയായിട്ടും നമ്മുടെ 32 വയസ്സ് വരെ നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇതിൽ നിന്ന് പിടിക്കുന്ന 30%-ഓട് ചേർന്നിട്ടുള്ള തുക ആഡ് ചെയ്ത തുകയാണ് നമുക്ക് 11,71,000 രൂപ നമുക്ക് തിരിച്ച് വരുന്ന സമയത്ത് തരുന്നത്. ഇത് നമ്മളെ പോലെ സാധാരണ ഒരു ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു ജോലിയിൽ പ്രവേശിച്ച് 21-22 വയസ്സാകുമ്പോൾ ഒരു 11 ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് പോകാൻ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ പല പല കാറ്റഗറീസ് ഉണ്ട്. അതിലേക്ക് പല പല ക്വാളിഫിക്കേഷൻ ആണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതേപോലെ തന്നെ 8th പാസ്, 10th പാസ്, 12th പാസ് ഇവർക്കെല്ലാമാണ് ഈ ജോലിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. വിവിധ തരം പോസ്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അഗ്നിവീർ ടെക്നിക്കൽ ഓൾ ആംസിന്റെ ഒരു ടീമുണ്ട്. അഗ്നിവീർ ഏവിയേറ്ററിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അഗ്നിവീർ ട്രേഡ്സ്മാൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ റിലീജിയസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റും ഉണ്ട്. ഓക്കെ, പിന്നെ അഗ്നിവീറിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും 4 വർഷമാണ് സർവീസ് കാലാവധി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജോയിൻ ചെയ്യുന്ന 6 മാസം ട്രെയിനിങ് ആയിരിക്കും. ബാക്കി 3.5 വർഷമായിരിക്കും നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ 3.5 വർഷമാണ് നിങ്ങൾ നിങ്ങളുടെ എഫിഷ്യൻസി പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലേക്ക്, മീൻസ് അതിലേക്ക് എന്താ പറയുക, ഭാവിയിൽ നിങ്ങൾക്ക് 25%-ത്തിലേക്ക് ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, സോറി. എന്തായാലും നമ്മൾ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഒരു ചെറിയ എക്സാം ഉണ്ട്. ഓക്കെ, അഗ്നിവീർ ജനറൽ എല്ലാത്തിനും ചെറിയൊരു എക്സാം ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ നേടേണ്ട മാർക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇതിൽ നമ്മൾ നേടണം? അഗ്നിവീർ ഇതിൽ നമ്മളൊരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണം. 2024 കൂടെ ഇതിന് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം വന്നിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 13 മുതൽ മാർച്ച് 22 വരെയായിരുന്നു അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. എക്സാം എന്തായാലും ഈ ഷോർട്ട് ടൈമിൽ ഉണ്ടാവും. എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന അപ്ഡേറ്റ്സ് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇതിൽ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിക്ക് വരുന്ന ഒരു വ്യക്തിക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എത്ര മാർക്കിനുള്ള ചോദ്യമാണ് വരുന്നത്, നമ്മൾ അതിന് പാസ്സാവാൻ എത്ര മാർക്ക് വാങ്ങണം,
നമ്മൾ ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാം പോലെ ഇത്ര മാർക്കിന് മുകളിലുള്ളവർക്ക് കട്ട് ഓഫ് വെച്ചിട്ട് കൂട്ടിയും കുറച്ചും അങ്ങനെയല്ല. ഇതിനൊരു നിശ്ചിത ഒരു മാർക്കാണ്. ഈ മാർക്കിന് മുകളിൽ വാങ്ങിയാൽ നമ്മൾ പാസ്സായി എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്ക് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിക്ക് വരുന്ന ഒരാൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ജനറൽ നോളജിന്റെ ഭാഗത്തു നിന്നാണ് വരിക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്, 15 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതേപോലെ ജനറൽ സയൻസ് വിഭാഗത്തിൽ 15 ക്വസ്റ്റ്യനിന് 40 മാർക്ക് എന്ന കണക്കിലാണ് കിട്ടുക. ലോജിക്കൽ ആൻഡ് റീസണിങ്ങിൽ 10 മാർക്ക്, 5 ക്വസ്റ്റ്യനിൽ 10 മാർക്കാണ് ലഭിക്കുക. മാത്സിൽ 15 ക്വസ്റ്റ്യനിലായിട്ട് 30 മാർക്ക് ലഭിക്കും. ഇതിനെല്ലാത്തിലും കൂടി ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 100 മാർക്കിനായിരിക്കും എക്സാം. നിങ്ങൾ നേടേണ്ട മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 35 മാർക്കാണ്. 35 മാർക്ക് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു കടമ്പ കടക്കും. പിന്നെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഓട്ടം ചാട്ടം അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യം ഈ എക്സാം പാസ്സാവണം. അതേപോലെ അഗ്നിവീർ ടെക് എന്ന് പറഞ്ഞ, അതായത് ഏവിയേറ്റർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ജോയിൻ അതിലാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും. ജനറൽ നോളേജ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നിട്ട് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 40 മാർക്കായിരിക്കും ഉണ്ടാവുക. മാത്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 60 മാർക്കിനാണ് ഈ 15 ക്വസ്റ്റ്യൻ ഇടുന്നത്. ഫിസിക്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 60 മാർക്കായിട്ടാണ് 15 ക്വസ്റ്റ്യൻ നിന്ന് ലഭിക്കുക. കെമിസ്ട്രിക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ നിന്ന് 40 മാർക്കിനാണ് ഈ 10 ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കാണ്. ടോട്ടലായിട്ട് ഇതിലും 50 ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്കിലാണ് എക്സാം വരിക. സോ നിങ്ങൾ അതിൽ 80 മാർക്കെങ്കിലും നേടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ 80 മാർക്ക് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പാസ്സായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാവുന്നതാണ്. അഗ്നിവീർ ക്ലർക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, സ്റ്റോർ കീപ്പർ ആൻഡ് ക്ലർക്ക് കേട്ടോ. അതിൽ ജനറൽ നോളജിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 20 മാർക്കാണ് അതിൽ ലഭിക്കുക. ജനറൽ സയൻസിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 20 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. മാത്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ആണ്, 40 മാർക്കാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആൻഡ് 20 മാർക്കാണ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് 25 അതിൽ ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട് കേട്ടോ. 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക് ടോട്ടലായിട്ട് 25 ക്വസ്റ്റ്യനും അതിൽ നിന്ന് നിങ്ങൾക്ക് 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതിൽ 32 മാർക്ക് നിങ്ങൾ നേടേണ്ടതാണ്. ഓക്കെ, ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഓരോ പോസ്റ്റിലേക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണമെന്ന് നമ്മൾ അറിയണ്ടേ. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിക്ക് പോകേണ്ട ഒരു വ്യക്തി 10th പാസ്സായിരിക്കണം. ഒരു 45% എങ്കിലും മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. 50% ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പോസ്റ്റിന് വേണേലും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അഗ്നിവീർ ടെക്നിക്കൽ ആൻഡ് ആംസിന് 10th +2 നമുക്ക് ഉണ്ടാവണം. സയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉണ്ടാവുക. കെമിസ്ട്രി ആൻഡ് മാത്സിലൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അഗ്നിവീർ ടെക്നിക്കൽ ഏവിയേറ്റർ എന്നുള്ളത് 10th മെട്രിക്സ് പാസ്സാണ്. 50% മാർക്ക് ഉണ്ടാവണം നമുക്ക്. 50%-ൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് അഗ്നിവീർ ടെക്നിക്കൽ ഏവിയേറ്ററിന് അപ്ലൈ ചെയ്യാൻ കഴിയാം. അതേപോലെ തന്നെ അഗ്നിവീർ ക്ലർക്ക് എന്നുള്ളത് നമുക്ക് +2 വേണം. അഗ്നിവീറിന്റെ ക്ലർക്ക് പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ +2 വേണം. അഗ്നിവീർ ട്രേഡ്മാൻ അതിൽ നമുക്ക് 10th പാസ്സായാൽ മതി. 10th പാസ് അഗ്നിവീർ ട്രേഡ്സ്മാന് 10th പാസ്സായാൽ മതി. അതേപോലെ അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ്സായുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റും അതിലുണ്ട് കേട്ടോ. ട്രേഡ്സ്മാന് 2 പോസ്റ്റും 2 രീതിക്കും അപ്ലൈ ചെയ്യാം. 8th പാസ്സായവർക്കും അതേപോലെ തന്നെ 10th പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്കൊരു 170 സെന്റിമീറ്റർ എങ്കിലും ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഏവിയേറ്റർ ക്ലർക്കൽ പോസ്റ്റിലൊക്കെ വരുന്നവർക്ക് ഒരു 162 ഹൈറ്റ് മതി. അതല്ല ഏവിയേറ്ററിലേക്കോ ട്രേഡ്സ്മാനിലേക്കൊക്കെ വരുന്നവർക്ക് 170 സെന്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതേപോലെ തന്നെ ചെസ്റ്റിന്റെ വിരിവ് നമ്മൾ എപ്പോഴും 77 സെന്റിമീറ്റർ എങ്കിലും വേണം. 77 സെന്റിമീറ്റർ എങ്കിലും വേണം. ഒരു 5 സെന്റിമീറ്റർ എങ്കിലും എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. നമ്മളൊരു 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അതല്ലാതെ പിന്നെ വേറെ കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോ ഏകദേശം നമ്മൾ ഇതിനെ പറ്റി പറയാനുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ടെക്നിക്കൽ നോളേജ് ഉള്ളവർക്കൊക്കെ കൂടുതൽ മുൻഗണന ഉണ്ടാവും. ഏവിയേറ്ററും കാര്യങ്ങളൊക്കെ ടെക്നിക്കലി വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പോസ്റ്റിന് വേണ്ടി തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ ശ്രമിക്കുക. 2024
ഒരു റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്. അതിന്റെ ഞാൻ പറഞ്ഞല്ലോ 13-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് അതിന്റെ അപേക്ഷിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നത്. അഗ്നിവീർ പദ്ധതി പ്രകാരം 2024-ലും 25,000 പേർക്കാണ് അഗ്നിവീറിലേക്ക് സെലക്ഷന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിലൊരു ഭാഗമാവാൻ കഴിയട്ടെ. നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് എന്തായാലും എക്സാം എഴുതാൻ ശ്രമിക്കും. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾക്കൊന്ന് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, വേറൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാനിതാ സ്ക്രീനിലൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊരു വൈദ്യര് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ഓയിലാണ്. നല്ല റിസൾട്ട് തരുന്ന ഒരു ഓയിലാണ്. മുടി കൊഴിച്ചിലൊക്കെ 100% നിൽക്കുന്നുണ്ട്. പിന്നെ പുഴുക്കടി പോലുള്ള അസുഖങ്ങളും പിന്നെ അകാലമായി വരുന്ന നരയും ഇതിനൊക്കെ നല്ല റിസൾട്ടാണ്. ചെമ്പൻ മുടി ഉള്ളവർക്കൊക്കെ 100% യൂസ് ചെയ്യാം. ചെമ്പൻ മുടി ഉള്ളവർക്ക് മുടി നല്ല കറുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഓയിലാണ്. നാട്ടിൻപുറങ്ങളിൽ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു വൈദ്യരാണ് ഈ എണ്ണ നിർമ്മിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഇത് ഓൺലൈൻ ആക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീഷോന്റെ ഒരു ലിങ്ക് ഉണ്ട്. മീഷോന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഫസ്റ്റ് കമന്റിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കയറി നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്.